നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണോ? എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒന്നിലധികം സിം കാർഡ് ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് സബ്സ്ക്രൈബർമാരെ ഒരുപോലെ ബാധിക്കുന്നതാണ് നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്യത്തെ മൊബൈൽ ഫോൺ വാലിഡിറ്റി, ഡാറ്റ പാക്കേജ് എന്നിവയുടെ താരിഫ് ഉയർത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ജൂൺ പകുതിയോടെയോ ജൂലൈ തുടക്കമോ രാജ്യത്ത് ടെലികോം താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ഈ വർഷം ആദ്യം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാജ്യത്തെ മൊബൈൽ ഫോൺ കോൾ, ഡാറ്റ എന്നിവയുടെ താരിഫ് വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ നിരക്കിൽ നിന്ന് 20% വരെ ടെലികോം കമ്പനികൾ വർധനവ് വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ 4G നിരക്കിൽ ഈടാക്കുന്നത് 5G നിരക്കിലേക്കും മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഉപഭോക്താക്കളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് കമ്പനികളുടെ നിലപാട്. സർവീസ് മെച്ചപ്പെടുത്താൻ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും കമ്പനികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതും കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും 20% നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നാൽ അത് ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും.